ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി, കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ 4 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ അങ്ങനെ എഡിറ്റ് ചെയ്ത് വിടാനൊക്കെ മടി പിടിച്ച് അങ്ങനെ പോയിട്ടോ. പിന്നെ അതിങ്ങനെ വീഡിയോ അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടയിലൊക്കെ ഡിലീറ്റായി പോവുകയും ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് സോയാബീൻ കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുത്ത് കാണും, നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ ചട്ടിക്ക് ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചിക്കാണ്ട് അതിക്കിട്ട് കൊടുത്തിക്കാണ്. പിന്നെ അതിലേക്ക് ഒരു തക്കാളിയും അതുപോലെ ഒരു സവാളേൻ്റെ ഒരു കഷ്ണം പിന്നെ ഒരു കിഴങ്ങുമാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇങ്ങോട്ട് വറുത്തരച്ചിക്കാണ്ട് കറി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സോയാബീൻ കൊടുന്ന് വെച്ചിട്ട് കുറച്ച് ദിവസം കഴിക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അതുപോലെ എന്താ പറയുക മുട്ട ഒഴിച്ചിട്ടുണ്ടല്ലോ ചിക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പം ഇന്ന് പിന്നെ കടിക്ക് ഞാൻ വറുത്തരച്ചിക്കാണ്ട് കറിയാക്കാമല്ലോ എന്ന് വിചാരിച്ച് സോയാബീനൊക്കെ അവിടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിക്കാണ് ഞാനിതാ അതേക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിക്കാണ്ടായിക്ക് വലിയ ജീരകവും അതുപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ടുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നമ്മൾ തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ചിങ്ങാണ്ട് കറിയാക്കിയിട്ടുണ്ടെങ്കിൽ നന്നാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരുവിധം കടിക്കൊക്കെ ഇങ്ങനെ വറുത്തരച്ചിട്ടുള്ള കറിയാക്കും. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കടി കഴിക്കാത്തതും അങ്ങനത്തെ കറിയൊക്കെ ആകുമ്പോൾ കഴിക്കും കേട്ടോ. അപ്പം ഇന്ന് മുട്ടക്കറി എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോഴാണ് തോന്നിയത് ഈ സോയാബീൻ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇങ്ങനെ കറി ആക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഞാൻ ഈ പച്ചമുളക് ഇതൊക്കെ കൂടെ വെച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ ചിലവരൊരു ഈ സോയാബീൻ അങ്ങനെ വേവില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ അത്യാവശ്യം ഒന്നും കൊണ്ട് വേവിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തക്കാളിയും ഉള്ളി ഇതൊക്കെ ഇട്ട് കണ്ട് ഒന്നാണ്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു കേങ്ങ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്ത് കണ്ടാണ്ട് വെച്ചിരിക്കുകയാണ്. അപ്പം ഇന്ന് കടി ഉണ്ടാക്കുന്നത് മടക്ക് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ മാവൊക്കെ കുഴച്ചിക്കാണ്ട് ഒന്നാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ റേക്കുണ്ടല്ലോ അപ്പോൾ ഉള്ള സ്ഥലം നന്നായി തുടച്ച് വെച്ചിക്കാണ്ട് അയിമെല്ലാം കേട്ടോ പരത്തിയിരിക്കണത്. അപ്പോൾ നമുക്ക് ഈ എത്ര പാത്രത്തിലാണെങ്കിലും എന്താണെങ്കിലും ഇതിമ വെച്ചിങ്ങാണ്ട് ആക്കണ ഒരു സുഖം കിട്ടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് പാത്രത്തിലൊന്ന് കുഴച്ചെടുത്തുക്കാണ്ട് പിന്നെ നമുക്ക് ഇതിമ വെച്ചിക്കാണ്ട് നന്നായിട്ടൊന്നും കൂടി ഇങ്ങോട്ട് കുഴച്ചെടുത്താൽ ഉഷാറായിട്ട് കിട്ടും, നല്ല സോഫ്റ്റായി കിട്ടും ചെയ്യും. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഇളം ചൂടുള്ള വെള്ളത്തിലായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുള്ളത്. ഉപ്പ് ഇട്ടുകാണ്ട് പിന്നെ വേറെ നെയ്യൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അത് കുഴച്ചെടുത്ത് കണ്ടാണ് മറ്റേ കറിക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ നല്ല നേരത്തൊന്നും ഇപ്പോൾ അടുക്കളയ്ക്ക് വരണമല്ലോ കേട്ടോ. ഒരു 7 മണി ആ സമയത്തൊക്കെ തന്നെ അടുക്കളയ്ക്ക് വരുള്ളൂ. പിന്നെ നല്ല ധൃതിയൊന്നുമില്ല അത് കാരണം കേട്ടോ. അപ്പോൾ അതാ ഇതൊന്നും ഇങ്ങോട്ട് പരത്തിയിരിക്കണം. അപ്പോൾ ചപ്പാത്തി തന്നെ എന്നും അല്ല കേട്ടോ, എപ്പോഴെങ്കിലും ഉണ്ടാക്കലുള്ളൂ. ചപ്പാത്തി എല്ലാ കടികളും ഉണ്ടാക്കും. അപ്പോൾ ചപ്പാത്തി ആക്കാതെ ഇതുപോലെ ആക്കിയെടുത്താൽ ഇനി ഒന്നും കൂടി ഇഷ്ടമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കിയെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് പരത്തിയെടുത്തുക്കാണ്ട് അപ്പോൾ അല്പം വെള്ളം കൂടിയിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയിൽ. എന്നാലും കുഴപ്പമൊന്നുമില്ലേനും അങ്ങനെ കൂടുതൽ ഓവറായിട്ടൊന്നും ഇല്ലേനും. അപ്പോൾ അതിങ്ങനെ പരത്തിക്കാണ്ട് ഒന്ന് ഓയിൽ ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തതിന് മുകളിൽ കുറച്ച് പൊടി ഇട്ടെടുത്തുകാണ്ട് ഇതിങ്ങനെ പോലെ മടക്കിയെടുക്കാനാണ്. മടക്കിയെടുത്തുകാണ്ട് ഇതൊന്നും കൂടി ഇങ്ങോട്ട് പരത്തിയെടുക്കുക കേട്ടോ. പരത്തിയെടുത്തുകാണ്ട് ഇങ്ങനെ ചുട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല ഉഷാറായിട്ട് ലെയറായിട്ട് ഇങ്ങോട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇല്ലേത് ഞാൻ ഇതുപോലെ തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ ഓരോന്നിങ്ങനെ ചുടുക ഓരോന്നിങ്ങനെ പരത്തുക അങ്ങനെയായിട്ട് ചെയ്തത്. അതുകൊണ്ടില്ലേ 4 ഇതാക്കിയിട്ട് ഇങ്ങനെ കള്ളിയാക്കിയിട്ട് ഇങ്ങനെ ഉണ്ട് പരത്തിയെടുക്കുക. പിന്നെ ഇങ്ങനെ ഉണ്ട് ചുടുന്ന സമയത്ത് ഇതിന് പോലെ ഓയിലൊന്നും ഇങ്ങനെ തടവി കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ കണ്ടല്ലോ ഉഷാറായിട്ടുണ്ട്, പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പരത്തിയെടുക്കലും ചുടലും കൂടിയായിട്ട് ചെയ്യണം. പിന്നെ ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഇട്ടെടുക്കുമ്പോൾ നേരം കണ്ടെന്ന് വിചാരിച്ചിട്ട് ഓരോന്നിങ്ങനെ ചുടലും പരത്തലും കൂടിയാണ് ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി തന്നെ അതുപോലെ ഉണ്ടാക്കിയെടുക്കണവർക്കൊക്കെ ഇതുപോലെ ചെയ്താൽ നല്ലതാട്ടോ. അപ്പോൾ എണ്ണ വേണ്ടാന്നുള്ളവർക്ക് എണ്ണ ഒക്കെ ഒഴിവാക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തുകൊണ്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിത് തേങ്ങ വറുത്തച്ചൊന്ന് ചൂടാറിയപ്പോൾ ഒന്ന് അരച്ചിക്കാണ്ടായി കൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചിട്ടുള്ള കറിയാകുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ലേശം ബാക്കിയുണ്ടെങ്കിലും വൈകുന്നേരമൊക്കെ കടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചോളും. അപ്പോൾ അതിക്കുള്ള ഉപ്പും കൂടി ഇട്ട് കണ്ടതാ ഞാൻ ഒന്നിങ്ങോട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞ് തോന്നിച്ച് അതിക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മടക്ക് ചപ്പാത്തി ഉണ്ടല്ലേ അത് ഉഷാറായിട്ട് തന്നെ പൊള്ളിച്ചിട്ട് ഉള്ള കല്ല പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുടലും പരത്തലും കൂടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലതൊക്കെ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞതല്ലേനും കുറച്ചൊക്കെ കളറ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. അപ്പോൾ മോനിക്ക് അപ്പോൾ തന്നെ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും മോളും കൂടി ചായ കുടിക്കണം കേട്ടോ. അപ്പോൾ അതാ ഓളിങ്ങനെ ഓരോന്ന് പറയണം. അപ്പോൾ ഞാൻ കുറച്ച് പാൽപ്പൊടി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് ചായയൊക്കെ കൂട്ടിയിട്ടുണ്ട്. പണെങ്കിൽ നല്ല ചൂടാണല്ലേ,
ഫാൻ ഇടാതെ ഒരു നേരം വയ്യല്ലേ, കറണ്ട് പോകുമ്പോൾ പിന്നെ പറയാനുമില്ല. അപ്പോൾ ചായയൊക്കെ ചൂട് കൊടുക്കുന്ന കുടിക്കുമ്പോൾ പിന്നെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാനൊരു വിധമൊക്കെ പണി കഴിഞ്ഞതിൻ്റെ ശേഷം ടയറ് ചായ അടിക്കൽ. പിന്നെ ചില ദിവസങ്ങളിൽ ഇങ്ങനെ വിശപ്പുണ്ടെന്ന് തോന്നുമ്പോൾ പിന്നെ പെട്ടെന്ന് കുടിക്കും. പിന്നെ അതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തുങ്ങാണ്ട് മുറ്റടിക്കാൻ പോയിട്ടുണ്ടായിന്ന്. അപ്പോൾ അതാ മുറ്റടിക്കുന്ന വല്ലാതൊന്നും ചപ്പൊന്നുമില്ല കേട്ടോ, എന്നാലും ഒന്നും കണ്ട് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നല്ല കാറ്റടിച്ചിട്ട് ആദ്യത്തെ ഇലകളൊക്കെ കൊഴിഞ്ഞ് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതാ മോളും ചൂലെടുത്തൊപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോട് അകത്തേക്ക് പോകും, ഫാനിട്ട് അവിടെ ഇരുന്നോന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ട വെച്ചിട്ട് ഷോള് കേൾക്കൂല. അങ്ങനെ ഞാൻ പിന്നെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞ് വന്നുങ്ങാണ്ട് ഇതാ ഇനി കറിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായി. ചോറൊക്കെ വെന്ത് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. മുറ്റടിച്ചവർ വന്നിട്ട് ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുറ്റടിക്കാൻ പോയപ്പോൾ തന്നെ വെള്ളമൊക്കെ വെച്ചിട്ട് പിന്നെ തിളച്ചപ്പോൾ ഞാൻ എളുപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേവില്ലാത്ത അരിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു. കറി ഉണ്ടാക്കണമെന്നും ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, കാരണം ഈ അടുപ്പല്ല കേട്ടോ കത്തിച്ച്, തലക്കത്തുള്ള അടുപ്പ് കത്തിച്ച കാരണം അവിടേക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പണ്ട് കത്തിച്ചും ചെയ്ത് പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അതിൻ്റെ ശേഷമാണ് കേട്ടോ. ആദ്യക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. അപ്പോൾ വീഡിയോ എടുക്കണ ദിവസമാണെങ്കിൽ ഈ പാത്രമായിട്ട് കത്തിക്കലുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ പിന്നെ അടുപ്പത്ത് തന്നെ ചോറിൻ്റെ അടുപ്പത്ത് തന്നെ കറിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗ്യാസിനൊക്കെ കുറച്ച് ക്ഷാമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുപ്പത്ത് ആവണതും കത്തിക്കണ സമയത്ത് അടുപ്പത്ത് തന്നെ അവിടെ വെച്ചെടുക്കലാണ്. അപ്പോൾ മാന്തളാണ് കേട്ടോ, മാന്തൾ മുളക് കറിയൊക്കെയാണ്. അപ്പോൾ ഇരുമ്പൻപുളിയൊക്കെ വിട്ടിട്ടുള്ള മുളക് കറിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇരുമ്പൻപുളി ഉണ്ടായിരുന്നു ഒക്കെ അതിൽ കയറിയിട്ട് കൊടുക്കണം. ലാസ്റ്റ് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കറിവേപ്പിലൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഈ ഓരോന്ന് അവിടുന്ന് ഇങ്ങനെ എടുത്തുകൊടുത്തിട്ട് ഇട്ടെടുക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഞാനൊരു പാത്രത്തിൽ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് പൊടികളൊക്കെ ഒരുമിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുപ്പ് കത്തിക്കാത്ത ടൈമിൽ നമ്മൾ ഗ്യാസുമ്പോൾ തന്നെ ഉണ്ടാക്കൽ, അങ്ങനെ ബുദ്ധിമുട്ടി അടുപ്പത്ത് ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ ഈ ചൂടിന് അടുപ്പും കൂടി കത്തിക്കുമ്പോൾ നമുക്ക് ആ ചൂട് ഭയങ്കര ചൂട് തന്നെയാണല്ലേ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഉണ്ടാക്കാനൊക്കെ നല്ല പാടാണ്. അപ്പം ഞാൻ ചോറ് പിന്നെ അടുപ്പത്ത് തെയ്യ് ഇങ്ങനെ കത്തി പോവുകയെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ അടുപ്പത്ത് കണ്ട് ചിലപ്പോൾ റെഡിയാക്കലാണ് കേട്ടോ. അപ്പോൾ ഈ മാന്തൽ മുളക് കറി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇരുമ്പൻപുളി ഉണ്ടല്ലോ, ഇവിടെ ഓർക്കാപ്പുളി നട്ടത്തിന് പറയാം, കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ കറിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ അച്ചാറിട്ടാലും ഭയങ്കര രസമാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉണ്ട്. കറി റെഡിയായി ആവുന്നുണ്ട്, ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറിൻ്റെ ചപ്പട്ടിയും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ കൂട്ടാനും നന്നാൽ ചക്കക്കുരു പഴം ഉണ്ടല്ലോ ഒക്കെ കൂടെ ചെയ്യാണ്ട് ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ലേക്കും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്താണ്. ചക്കക്കുരും പച്ചപ്പഴം ഉണ്ടല്ലോ അതാണ് കേട്ടോ. അതും കൂടി വെച്ചിട്ട് ഒരു കൂട്ടാനാക്കിയാണ്. ജസ്റ്റ് ഒരു താളിൻ്റെ ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിക്ക് ചെറിയ ഉള്ളിയും ജീരകവും തേങ്ങയും കൂടി അരച്ചിങ്ങാണ്ട് ഒഴിച്ചു കൊടുത്ത് പിന്നെ മാന്തൾ പൊരിച്ചും ചെയ്തിട്ടാണ്. പിന്നെ നമ്മളത് പണിയൊക്കെ കഴിഞ്ഞാണ്ട് പണി ഞാൻ തന്നെ തുടക്കലും പിന്നെ തിരുമ്പാണ്ടായിരുന്നു കുറച്ച് കേട്ടോ, മെഷീനിലിട്ട് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന പാടം നമ്മൾ ഫാനിട്ടൊന്ന് അങ്ങനെ അകത്തിരിക്കണം, എന്നാലേ ചൂടിന് ഒരു കുറവുള്ളൂ. എത്ര കുളിച്ചാലും നമുക്ക് ഭയങ്കര ചൂടാണല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാത്തവരെല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.